തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷയിൽ അദ്യവസാനം ഈശോയുടെ ചങ്ക് നിറഞ്ഞു നിന്ന ചിന്ത ദൈവരാജ്യം എന്നതായിരുന്നു. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനെപ്പറ്റി സുവിശേഷകന്മാർ ഇപ്രകാരമാണല്ലോ എഴുതിയിരിക്കുന്നത്. മർക്കോസ് 1:14-15 തിരുവചനം നാം വായിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. തുടർന്നുള്ള ഈശോയുടെ 3 വർഷത്തെ കാലത്തെ ശുശ്രൂഷയെപ്പറ്റി വിവരിക്കുമ്പോൾ സുവിശേഷകന്മാർ ആവർത്തിച്ച് നൽകുന്ന സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവിടെയും അവർ പറയുന്നത് ഇപ്രകാരമാണ്. ഉദാഹരണത്തിന് മത്തായി 9:35, ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മരണം, ഉത്ഥാനം, അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള 40 ദിവസങ്ങൾ, ആ 40 ദിവസങ്ങൾ ഈശോ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നതിനെപ്പറ്റി അപ്പോസ്തല പ്രവർത്തനം 1:3 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായി ഈശോ കണ്ടത് പിശാചിനെയാണ്. സാത്താനെയും അവൻ്റെ രാജ്യത്തെയും നരകരാജ്യത്തെയുമാണ്. സഭ സ്ഥാപിക്കുന്നതിനെപ്പറ്റി സുവിശേഷത്തിൻ്റെ പേജുകളിൽ ഈശോ പറയുന്നതായിട്ട് ചുരുങ്ങിയ 2 അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. മത്തായി 16-ലും 18-ലും. അതിൽ 16-ാം അധ്യായത്തിലെ കേസറ കുരിപ്പിൽ വെച്ച് പത്രോസിനോട്, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും എന്ന് പറഞ്ഞ് നിർത്തുന്ന ഈശോ നിർത്താതെ അപ്പോൾ തന്നെ കൂട്ടിച്ചേർക്കുകയാണ്, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. മത്തായി 16-18 തിരുവചനം. അപ്പോൾ സഭയെപ്പറ്റി പറഞ്ഞ ഉടനെ ഈശോ കൂട്ടിച്ചേർത്തു നരകത്തിൻ്റെ ആക്രമണത്തെപ്പറ്റി. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ ഈശോ പത്രോസിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. 1-ാമത്തെ മാർപ്പാപ്പയ്ക്ക്, ശെമയോൻ ശെമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റിക്കൊഴിക്കാനായിട്ട് ഉദ്യമിച്ചു. അതിൻ്റെ മുന്നറിയിപ്പിൻ്റെ അർത്ഥം എന്താണെന്ന് പിന്നീട് ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറയാൻ ഇടവരുക വഴി ചങ്ക് തകർന്ന് അനുഭവിച്ചറിഞ്ഞ പത്രോസ് അപ്പോസ്തലൻ പിന്നീട് 1-ാം മാർപ്പാപ്പയായിട്ട് ചുമതല വഹിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട അജഗണത്തിന് എഴുതിയപ്പോൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങുന്ന അന്വേഷിച്ചുകൊണ്ട് ചുറ്റും നടക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ ചേർത്ത് നിൽക്കുക. പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന മുന്നറിയിപ്പ് 1-ാമത്തെ മാർപ്പാപ്പ അതുമുതൽ ഇങ്ങോട്ട് എല്ലാ മാർപ്പാപ്പമാരും ആവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ മാർപ്പാപ്പ നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ചുമതലയേറ്റ് കഴിഞ്ഞ് ഉടനെയുള്ള നാളുകളിൽ പൈശാചിക ഇടപെടലിനെക്കുറിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് തന്നു. 2014 ഏപ്രിൽ 11-ാം തീയതി പ്രഭാത വിചിന്തനത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, പിശാച് എന്നത് മക്കളെ പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിലും പിശാച് പ്രവർത്തന നിരതനാണ്. അവനുണ്ട്. അവനെതിരെ എങ്ങനെയാണ് പടപൊരുത്തേണ്ടത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ നമ്മൾ പഠിക്കണം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യസ് 6 പറഞ്ഞല്ലോ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. പിതക്കാരൻ്റെ ഉപമയുടെ വിശദീകരണം ചോദിച്ചുകൊണ്ട് ശിഷ്യന്മാർ ഈശ്വര പാദങ്ങളിൽ എത്തിയപ്പോൾ ഈശോ സന്തോഷത്തോടെ അവർ നോക്കിയിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനും വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നരകരാജ്യത്തിൻ്റെ രഹസ്യാത്മകമായ കടന്നുകയറ്റത്തെ പിഴുതെറിയുവാൻ. സ്നേഹമുള്ളവരെ, ഈ സമയം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾക്കായിട്ട് കാതോർക്കുകയാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ പുതിയ വസന്ത അവസ്ഥയിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേക ഘട്ടത്തിലേക്ക് നയിച്ച വലിയ മഹാസംഭവമാണ് എന്ന് നമുക്കറിയാം. 2-ാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തിയാക്കിയ പരിശുദ്ധ പിതാവ് പോൾ 6-ാമൻ പാപ്പ ഇന്ന് വിശുദ്ധ പദവിയിലേക്കാണ്. പോൾ 6-ാമൻ പാപ്പ 2-ാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തിയാക്കി
തുടർന്നുള്ള വർഷങ്ങളിൽ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഏതാണ്ട് 1972 വരെ, 1966 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തിയാകുന്നത്. തുടർന്നുള്ള 6 വർഷക്കാലം മാർപ്പാപ്പ തൻ്റെ പ്രബോധനങ്ങളിൽ, പങ്കുവെക്കുകളിൽ, വിചിന്തനങ്ങളിൽ പിശാചിനെക്കുറിച്ചുള്ള, സാത്താനെക്കുറിച്ചുള്ള ഒരു പരാമർശനം നടത്തിയിട്ടില്ല എന്നാണ്. വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയെ പുതിയൊരു കാഴ്ചപ്പാടിൽ, പുതിയൊരു ആധുനിക അന്തരീക്ഷത്തിൽ വീക്ഷിച്ച ചിന്തകരും ദൈവശാസ്ത്രജ്ഞരും ഒക്കെ കരുതി ഇനി മേലാൽ ഈ പിശാചുക്കളെപ്പറ്റി, സാത്താനെപ്പറ്റിയൊക്കെയുള്ള പരാമർശനങ്ങളും ചിന്തകളും അവയെപ്പറ്റിയുള്ള കരുതലുകളും അവയ്ക്കെതിരെയുള്ള പ്രാർത്ഥനകളും ഒക്കെ സഭയ്ക്ക് പുറത്താണ്. അതെല്ലാം അവസാനിച്ചു പോയി. മധ്യകാലഘട്ടത്തിൻ്റെ അന്ധവിശ്വാസങ്ങളിലേക്കത് പൂർണ്ണമായിട്ടും മാറ്റിവെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 18 സ്ഥലങ്ങളിൽ, 18 പ്രാവശ്യം പിതാക്കന്മാർ പിശാചിൻ്റെ ഇടപെടലുകളെ പറ്റി ആ കൗൺസിലിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹിഷ്കരണ പ്രവൃത്തിയെക്കുറിച്ച്, ബഹിഷ്കരണ ശുശ്രൂഷയെക്കുറിച്ചും പിതാക്കന്മാരവിടെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അത് ശ്രദ്ധയിൽ എടുക്കാതെ ആ ഒരു കാലഘട്ടം, ഈ ഒരു മേഖല ഒരു പഴഞ്ചൻ ചിന്തയാണ്, ഓൾഡ് സ്കൂൾ എന്ന രീതിയിൽ ആൾക്കാർ മാറ്റിവെച്ച് അങ്ങനെ നീങ്ങി. അപ്പോൾ പോളാറാമൻ പാപ്പയുടെ ഈ 6 വർഷക്കാലത്തേക്ക് ഒരു പരാമർശനോ ഈ മേഖലയെപ്പറ്റി ഇല്ലാതിരുന്ന ആ ഒരു പെരുമാറ്റ രീതിയും ശൈലിയും അതിന് അടിവരയിട്ട് ഉറപ്പിച്ചായിട്ട് കരുതി. എന്നാൽ അങ്ങനെ ഇരിക്കെ 1972 ജൂൺ മാസം 29 അന്ന് വിശുദ്ധ പത്രോസിൻ്റെ തിരുനാൾ ദിവസം, നമുക്കറിയാം മാർപ്പാപ്പയുടെ ശുശ്രൂഷാ കേന്ദ്രമായ വത്തിക്കാൻ, അത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, പത്രോസ് അപ്പോസ്തലൻ്റെ കബറിടത്തിന് മുകളിൽ പടുത്തുയർത്തപ്പെട്ട ദേവാലയമാണ്. അവിടെയാണ് പത്രോസിൻ്റെ സിംഹാസനം. അതിലാണ് പരിശുദ്ധ മാർപ്പാപ്പ സഭാ ശുശ്രൂഷയ്ക്കായിട്ട് ആസനസ്ഥനായിരിക്കുന്നത്. അതുകൊണ്ട് വത്തിക്കാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ തന്നെയാണ് ജൂൺ 29 ആഘോഷിക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെ തിരുനാൾ. ആ ദിവസത്തെ ശുശ്രൂഷകൾക്കിടയിൽ പോളാറാമൻ പാപ്പ പതിവ് പോലെ തൻ്റെ പ്രസംഗം നടത്തി. പാപ്പ പറയുകയാണ്, എവിടെ നിന്നോ ഏതോ ചില വിള്ളലുകളിലൂടെ അല്ല ചില പൊത്തുകളിലൂടെ പിശാചിൻ്റെ പുക, സാത്താൻ്റെ കട്ടപ്പുക സഭാസൗധത്തിലേക്ക് ഇങ്ങനെ കുമുക്കുമാന്ന് ശക്തമായിട്ട് ഇടിച്ചു കയറുകയാണ്. സഭാസൗധത്തിൽ ഈ പുക നിറഞ്ഞിട്ട് ശ്വാസം മുട്ടുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. സഭയെപ്പറ്റി ആകമാനം ഇത് വാസ്തവമാണ്, ഈ ഒരു യാഥാർത്ഥ്യം. പാപ്പ വീണ്ടും തുടരുകയാണ്, ആഫ്റ്റർ ദി സെക്കൻഡ് വറ്റിക്കൻ കൗൺസിൽ വി ബിലീവ്ഡ് ദാറ്റ് ദി ഹിസ്റ്ററി ഓഫ് ദി ചർച്ച് വുഡ് എൻജോയ് എ പീരീഡ് ഓഫ് സൺഷൈൻ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ 6 വർഷമായിപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു സഭ വളരെ പ്രകാശപൂർണമായ ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന്. ഇൻസ്റ്റെഡ് ദ ഡേ ബിക്കെയിം അഗ്ലി, ഡാർക്ക്, ക്ലൗഡി ആൻഡ് സ്റ്റോമി. പിതാവ് ഉപയോഗിച്ചിൻ്റെ വാക്കുകളാണ്. പക്ഷേ പ്രകാശപൂർണമായൊരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് പകരം സഭയിൽ സംജാതമായിരിക്കുന്നത് അഗ്ലി, വളരെ വൃത്തികെട്ട, ഡാർക്ക്, ഇരുണ്ട, ക്ലൗഡി, മേഘാവൃതമായ, ഇരുണ്ട് മൂടിയ, സ്റ്റോമി, വല്ലാതെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം. ഇതാണ് സഭയിൽ സംജാതമായിരിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ പുക കടന്നു കയറി ശ്വാസം മുട്ടിക്കുന്നു. ദി സ്മോക്ക് ഓഫ് സൈറ്റൻ. ഇത് പോളാറാമൻ പാപ്പ എഴുതി തയ്യാറാക്കാതെ ഉള്ളിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ്. അത് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കും. പരിശുദ്ധാത്മാവ് പാപ്പയുടെ ഉള്ളിൽ നൊന്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച വാക്കുകളാണ്. ഇതുപോലത്തെ ഒരു അവസ്ഥ സഭയിലുണ്ടായിരിക്കുന്നുവെന്ന് പോളാറാമൻ പാപ്പ പറയുകയാണ്. അത് പാപ്പ പറയുകയാണ് സാത്താൻ്റെ പുകയാണ്. ഈ ഒരു പരാമർശനം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് പാപ്പയുടെ വായിൽ നിന്ന് വന്നപ്പോഴേക്കും അത് വലിയൊരു അമ്പരപ്പ് ദൈവശാസ്ത്രജ്ഞന്മാർക്കിടയിലും മീഡിയ പ്രവർത്തകർക്കിടയിലെല്ലാം ഉണ്ടാക്കി.
മീഡിയക്കാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. അവർ ചിന്തിച്ചു, എന്താണ് ഈ സഭ വീണ്ടും മധ്യകാലഘട്ടത്തിൻ്റെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോവുകയാണോ? ഫ്രാൻസിസ് പാപ്പ ചുമതലയേറ്റ നാളുകളിൽ പാപ്പ പല പ്രാവശ്യം ആവർത്തിച്ച് ഒരു നിർത്തുന്നില്ലാത്തതുപോലെ പിശാചിൻ്റെ ഇടപെടലുകളെ പറ്റി പറഞ്ഞപ്പം മാധ്യമങ്ങൾ പറഞ്ഞ അതേ കമൻറ്റ് പൊളാറൻ പാപ്പയുടെ ഈ ഒരു പരാമർശനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലുണ്ടായി. ഈ എതിർ കമൻറ്റുകളും പരാമർശങ്ങളും മുഴുവനും പൊളാറാമൻ പാപ്പ ശ്രദ്ധിച്ചു, ഒന്നും മിണ്ടിയില്ല, ഒരു പ്രതികരണം നടത്തിയില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. അതേ വർഷം 1972 നവംബർ മാസം 15-ാം തീയതി പാപ്പ എഴുതി തയ്യാറാക്കിയ സമാന സുദീർഘമായ ഒരു പ്രഭാഷണവുമായിട്ട് രംഗത്തെത്തി. എന്നിട്ട് അതേപ്പറ്റി പാപ്പ ആ ഒരു പ്രഭാഷണം വായിച്ച് അവതരിപ്പിച്ചു. അത് ഈ പറഞ്ഞ മേഖലയെക്കുറിച്ചായിരുന്നു. പൈശാചികമായ ഉപദ്രവങ്ങൾക്ക്, കെണികൾക്കെതിരെ സഭ വളരെ ഗൗരവത്തോടെ ജാഗ്രതയെടുക്കണം എന്നായിരുന്നു വിഷയം. ഒരു 10-20 പേജോളം വരുന്ന ഒരു ദീർഘമായ വളരെ കരുതലോടെ തയ്യാറാക്കിയൊരു പ്രഭാഷണം, ഡെലിവർ അസ് ഫ്രം ഈവിൾ എന്ന പേരിൽ ആ ഒരു പ്രഭാഷണം മുഴുവനും ഇൻ്റർനെറ്റിലും ഗൂഗിളിലും ഒക്കെ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും കാര്യങ്ങളൊന്ന് പൊതുവായി ശ്രദ്ധയ്ക്ക് വെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളത് അറിഞ്ഞിരിക്കണം. ഇത് പരിശുദ്ധ പാപ്പ 2-ാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തീകരിച്ചിട്ട് സഭയെ ആധുനിക കാലഘട്ടത്തിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് പരിശുദ്ധാത്മാ നിയോഗിച്ച പാപ്പ ഇന്ന് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന പൊളാറാമൻ പാപ്പ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മ പ്രേരിതനായി പങ്കുവച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പാപ്പ അന്ന് സംസാരിച്ചത് ഇങ്ങനെയാണ്: ഐ ഫീൽ ദാറ്റ് ഐ മസ്റ്റ് ടോക്ക് ടു യു അബൌട്ട് ആൻ അൺയൂഷ്വൽ സബ്ജക്റ്റ് that fits within the logic of the teachings I have been developing in my pastoral audiences. എനിക്ക് ശക്തമായ പ്രേരണ വരുന്നു ഒരു അസാധാരണ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുവാനായിട്ട്. ഞാൻ കുറേ നാളുകളായിട്ട് അതേപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറയുന്നു, വാട്ട് ഈസ് എ സബ്ജക്റ്റ്? എന്താണ് ആ വിഷയം? ഐ ആം റെഫറിങ് ടു ദ നീഡ്സ് ഓഫ് ദി ചർച്ച്. സഭയുടെ വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. The one need that holds my attention this morning is unusual and difficult. ഈ പ്രഭാതത്തിൽ എൻ്റെ ഉള്ളു നിറഞ്ഞു നിൽക്കുന്ന സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഒരു അസാധാരണ വിഷയമാണ്, ഒരു ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വിഷയവുമാണ്. എന്താണത്? ഡിഫൻസ്. ഇതാണ് വിഷയമായിട്ട് സഭയുടെ നീഡായിട്ട് പറ്റുകൊണ്ട് കാണിക്കുന്നത്. ദി തോട്ട് ഹോൺസ് മീ. ഈ ചിന്ത എൻ്റെ മനസ്സിനെ വിടാതെ പിടിക്കുകയാണ്, വേട്ടയാടുന്ന പോലെ. ഹോൺസ് മീ. ഡിഫൻസ് അഗെയിൻസ്റ്റ് ഹും? ആർക്കെതിരെയുള്ള പ്രതിരോധമാണ്? പാപ്പ ചോദിക്കുകയാണ്. സെൻറ്റ് പോൾ ടെൽസ് us that we must fight. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് നമ്മൾ ആത്മീയ പോരാട്ടം നടത്തണം. എഫെസോസ് 6-ലും തിമോത്തി 2-ലും ഒക്കെ ഈ പോരാട്ടത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞ് നമുക്കറിയാം. വി നോ ദാറ്റ്, ബട്ട് അഗെയിൻസ്റ്റ് ഹും? പൊരുതനം. ആർക്കെതിരെയാണ് പൊരുതേണ്ടത്? സെൻറ്റ് പോൾ റിമൈൻഡ്സ് us often that we must fight like soldiers. ഭടന്മാരെ പോലെ പൊരുതണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നുണ്ട്. ഭടനെ പോലെ. He says that our fight is not against visible things such as flesh and blood. മാംസരക്തങ്ങൾക്കെതിരെ അല്ല, കാണപ്പെടുന്ന ദൃശ്യമായ കാര്യങ്ങൾക്കെതിരെ അല്ല നമ്മൾ പൊരുതേണ്ടത് എന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. എഫെസോസ് ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ 10-11 മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ പാപ്പ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം. സ്റ്റിൽ വി മസ്റ്റ് എൻഗേജ് ഇൻ ബാറ്റിൽ. അപ്പോൾ കാണപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ അല്ല പോരാട്ടം, എങ്കിലും നമ്മൾ നല്ലൊരു യുദ്ധം നടത്തേണ്ടതായിട്ടുണ്ട്. ഐ കോൾ ഇറ്റ് കൊമ്പാറ്റ് എഗെയിൻസ്റ്റ് ദ ഡാർക്ക്നെസ്. അന്ധകാരത്തിനെതിരെയുള്ള പോരാട്ടമായി ഞാനതിനെ വിശേഷിപ്പിക്കുകയാണ്. വി മസ്റ്റ് ഫൈറ്റ് എഗെയിൻസ്റ്റ് സ്പിരിറ്റ്സ്, ദ സ്പിരിറ്റ്സ് ദാറ്റ് സ്വാം ഓൾ അറൗണ്ട് അസ്. നമ്മൾ അരൂപികൾക്കെതിരെയാണ് പടപൊരുതേണ്ടത്. പാപ്പ തുടരുകയാണ്. ഇൻ അതർ വേഴ്സ് വി മസ്റ്റ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ഡീമൻ. ഇവിടെ പാപ്പ തെളിച്ച് പറയുകയാണ്, പിശാചിനെതിരെയാണ് പൊരുതേണ്ടത്. വി ഡു നോട്ട് തിങ്ക് അബൌട്ട് ദിസ് റിയാലിറ്റി എനി മോർ.
കുറേ നാളുകളായിട്ട് നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലായിരുന്നു. പാപ്പ പറയുകയാണ്, ബട്ട് നൗ ഐ വിഷ് ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു ദിസ് ടെറിബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ സബ്ജക്റ്റ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ വിഷയം നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒഴിവാക്കാൻ പറ്റില്ലാത്ത അൺഅവോയ്ഡബിൾ ആൻഡ് ടെറിബിൾ, ഭീതി ജനിപ്പിക്കുന്ന പോലെയുള്ള ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വി മസ്റ്റ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് എനിമി ടെറിബിൾ ആൻഡ് ഇൻവിസിബിൾ. അദൃശ്യനും ഭീതികരനുമായ ഈ ശത്രുവിനെതിരെ നമ്മൾ പടപൊരുതണം. വീണ്ടും പാപ്പ അടുത്ത ഖണ്ഡികയിൽ അല്പം വിശദീകരണം തരികയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ഡു വി നോട്ട് സ്പീക്ക് അബൌട്ട് ഇറ്റ് എനിമോർ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ശത്രുവിനെക്കുറിച്ച്, പോരാട്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ പോയത് ഈ നാളുകളിൽ? പാപ്പ പറയുകയാണ്, വി ആർ സ്പീക്കിംഗ് ഓഫ് ഈവിൾ ആസ് എ ഡെഫിഷ്യൻസി, എ ലാക്ക് ഓഫ് സംതിങ്. നാളുകളായിട്ട് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് തിന്മയെന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും അഭാവമാണ്, നന്മയുടെ അഭാവമാണ് തിന്മ. അതിനപ്പുറം നമ്മൾ തിന്മയെപ്പറ്റി ചിന്തിക്കാറില്ല. അപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഈ സം വൺ ഈസ് ഇൽ ഹി ലൈക്സ് ഹെൽത്ത്. ഒരാൾക്ക് രോഗമെന്ന തിന്മ വരുമ്പോൾ നമ്മൾ പറയുന്നത് ആരോഗ്യം ഇല്ല, ആരോഗ്യം പോയി, അതുകൊണ്ടാണ് രോഗത്തിൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത്. ഈ സം വൺ ഈസ് പൂവർ ഹി ലൈക്സ് മണി. ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതേപറ്റി നമ്മൾ പറയുന്ന പണമില്ലായ്മയാണ് ദാരിദ്ര്യം, ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് സാധാരണ തിന്മയെ നമ്മൾ മനസ്സിലാക്കുന്ന പാപ്പ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ ദിസ് ഈസ് നോട്ട് ദ കേസ് വെൻ വി സ്പീക്ക് അബൌട്ട് ദ ഡെവിൾ. എന്നാൽ പിശാചിനെ പറ്റി പറയുമ്പം എന്തെങ്കിലും ഉണ്ടായിരിക്കേണ്ട ഒരു നന്മയുടെ അഭാവം അതുമാത്രമല്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് എ ടെറിബിൾ റിയാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഭയാജനകമായ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു വ്യക്തി തന്നെയായ ആത്മീയ സാന്നിധ്യമായ തിന്മയെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. പാപ്പ പറയുകയാണ്, പിശാച് എന്ന് പറയുന്നത് ഒരാത്മീയ വ്യക്തിയാണ്, സ്പിരിച്വൽ എൻറ്റിറ്റിയാണ്. ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കുള്ളതുപോലെ ഒരു ശരീരം ഭൗതികമായിട്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്പിരിച്വൽ പേഴ്സണാലിറ്റി, സ്പിരിച്വൽ എൻറ്റിറ്റി, വ്യക്തിയായതൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഒരു വ്യക്തിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും, സംസാരിക്കാനായിട്ട് പറ്റും, പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും, വികാരം ഉൾക്കൊള്ളാൻ സാധിക്കും. ഇങ്ങനെ ഒരു വ്യക്തിയുടേതായ സവിശേഷത മുഴുവനും ഉള്ള ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി പാപ്പ അവരോട് വിശദീകരിക്കുന്നുണ്ട്. പിശാച് എന്നത് വഴി തെറ്റിക്കുന്ന ജീവനുള്ള ആത്മീയ വ്യക്തിയാണ്, ആത്മീയ യാഥാർത്ഥ്യമാണ് പിശാച്. ഈ ഒരു പിശാചിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി നമ്മൾ അറിയണം. ഇത് സഭയുടെ വളരെ പ്രധാനപ്പെട്ടൊരു നീഡാണ്, ആവശ്യമാണ് എന്ന് പൊളാറാൻ പാപ്പ അന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞ് ആരംഭിച്ചു. പിന്നീട് പാപ്പ അതേപ്പറ്റി വളരെ മനോഹരമായും വ്യക്തതയോടുകൂടിയും ലളിതമായും പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അടുത്ത കാണി പാപ്പ ഇങ്ങനെ പറയുകയാണ്, ഏതെങ്കിലും വ്യക്തി, ആരെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും അതിനെ പരിഗണിക്കാനും തയ്യാറാകാതിരുന്നാൽ ആ വ്യക്തി ഡിപ്പാർട്സ് ഫ്രം ദ ട്രൂത്ത് ഓഫ് ബിബ്ലിക്കൽ ആൻഡ് എക്ലസിയാസ്റ്റിക്കൽ ടീച്ചിങ്. സഭയുടെ ഔദ്യോഗിക പഠനത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥ പ്രബോധനത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനായിട്ടാണ് ആ വ്യക്തിക്ക് ഇടവരിക. ഈ ഒരു ചിന്ത ആരെയും മാറ്റിവെച്ചാലും വി മസ്റ്റ് റിയലൈസ് ദാറ്റ് വി ആർ കൺഫ്രണ്ടിങ് എ റിയാലിറ്റി ദാറ്റ് ഈസ് മിസ്റ്റീരിയസ് ആൻഡ് സ്കേറി. വളരെ രഹസ്യാത്മകമായ ഭയജനകമായ ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഇവിടെ നമ്മൾ ഇടപെടുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ദി ഗോസ്പൽ ഈസ് ഫുൾ ഓഫ്, ഐ വുഡ് ഓൾമോസ്റ്റ് സേ ഇറ്റ് ഈസ് പോപ്പുലേറ്റഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ദ ഡീമൻ. പിതാവ് പറയാണ്, വിശുദ്ധ ഗ്രന്ഥം, സുവിശേഷങ്ങൾ ഫുൾ ഓഫ് പിശാചിൻ്റെ സാന്നിധ്യം അല്ലെ അവനെ പറ്റിയുള്ള പരാമർശനങ്ങൾ കൊണ്ട് നിറഞ്ഞായിരിക്കുന്നതാണ് വിശുദ്ധ സുവിശേഷങ്ങൾ എന്ന് പാപ്പ പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായ ഒരു ലോക കാഴ്ചപ്പാട്, ജീവിത കാഴ്ചപ്പാട്, ആത്മീയ കാഴ്ചപ്പാട്, ഇത് ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭയജനകമായ അദൃശ്യനായ ശത്രുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി എനിക്ക് അവബോധം ഉണ്ടാകാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇത്രയും പറഞ്ഞിട്ട് പാപ്പ വീണ്ടും തൻ്റെ കേൾവിക്കാരുടെ ഉള്ളിൻ്റെ സംശയങ്ങൾ, ശങ്കകൾ ഒപ്പിയെടുത്തിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നവണ്ണം പാപ്പ പറയുകയാണ്, വാട്ട് ഐ ആം ടെല്ലിങ് ഈസ് നോട്ട് മൈ ഡെല്യൂഷൻ.
എൻ്റെ എന്തെങ്കിലും ഒരു വികല്പ ചിന്തയല്ല ഞാനീ പറയുന്നത്. നോർ ആം ഐ എൻകറേജിങ് യു ടു ബി സൂപ്പർസ്റ്റീഷ്യസ്. നിങ്ങളെ ഞാൻ അന്ധവിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വരാനായിട്ട് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഐ ആം സിംപ്ലി ടെല്ലിങ് യു ദാറ്റ് ദിസ് റിയാലിറ്റി എക്സിറ്റ്സ്. ഞാൻ ലളിതമായി തുറന്നു പറയുകയാണ്, പിശാച് എന്ന വ്യക്തി ഉണ്ട്. ഐ റിപ്പീറ്റ്, പപ്പ വീണ്ടും പറയാണ്, ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുന്നു, ദ ഗോസ്പൽ സ്പീക്സ് ടു us about it on many pages. സുവിശേഷങ്ങൾ അനേക പേജുകളിലൂടെ ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി പെർസീവ് ഈവിൾ. അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. ഈ പൈശാചിക തിന്മയെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. വി മസ്റ്റ് ഹാവ് എ കറക്റ്റ് ക്രിസ്ത്യൻ കൺസെപ്ഷൻ ഓഫ് ദ വേൾഡ് ഓഫ് ലൈഫ് ഓഫ് സാൽവേഷൻ. നമുക്ക് രക്ഷയെക്കുറിച്ച്, ഈ ജീവിതത്തെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ ക്രൈസ്തവ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പപ്പ പറഞ്ഞിട്ട് ആദ്യ ഭാഗം നിർത്തുക. നമുക്ക് ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ ഈ ഒരു പൈശാചിക തലത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് പോളാറാൻ പാപ്പ അങ്ങനെ അടിവരയിട്ട് പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകളിൽ ആദ്യം മുതൽ അവസാനം വരെ പാപ്പ അത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നല്ലോ. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം അത് ആരംഭിക്കുന്ന സൃഷ്ടിയുടെ വിവരണം കഴിഞ്ഞ് മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കുന്നിടത്ത് മനുഷ്യനെപ്പറ്റി അവൻ സ്ത്രീയും പുരുഷനും ഇണയും തുണയുമായി ജീവിതം ആരംഭിച്ചുവെന്ന് പറഞ്ഞു വെച്ചിട്ട് 3-ാമത്തെ അധ്യായത്തിൽ ആദ്യം അവതരിപ്പിക്കുന്ന സംഭവം സർപ്പം വന്ന് മനുഷ്യവർഗത്തെ, ആദ്യ മാതാപിതാക്കളെ പരീക്ഷിക്കുന്ന സംഭവമാണ്. അത് കഴിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ ദൈവം തമ്പുരാൻ അവരുടെ മുമ്പിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് 15-ാമത്തെ തിരുവചനം ഇങ്ങനെ, ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കൊതികാലിൽ പരിക്കേൽപ്പിക്കും. ദൈവം അറിഞ്ഞടിവരയിട്ട് അനുവദിച്ചിരിക്കുന്ന ഏക ശത്രുത മനുഷ്യവർഗത്തിനുള്ളത് പിശാചിനോടാണ്. വേറെ ഒരു ശത്രു നമുക്ക് ഈ ഭൂമിയിലില്ല. ബാക്കി ശത്രുതയുള്ളവരുടെ ശത്രുതയെ നന്മ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നീ പരിഹരിച്ചെടുക്കണം. ശത്രു വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കുക, ദാഹിക്കുന്ന കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഉപദേശം നമുക്കറിയാം. പക്ഷെ ഇവിടെ തമ്പുരാൻ പറയാണ്, ഒരു ശത്രുത ഞാൻ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് മനുഷ്യമക്കളും പിശാചും നമ്മുടെ ശത്രുതയാണ്. ഇതൊരു വലിയ യുദ്ധപ്രഖ്യാപനമാണ്. ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ അതിൻ്റെ വിജയത്തെപ്പറ്റി പറയുകയാണ്, അവൻ നിൻ്റെ തല തകർക്കും, സ്ത്രീയുടെ സന്തതി. അത് ഈശോയിലൂടെയാണ് ആ വചനവാഗ്ദാനം പൂർത്തിയാകുന്നത് നമുക്കറിയാം. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കൊതികാലിൽ പരിക്കേൽപ്പിക്കും. പിശാച് മനുഷ്യൻ്റെ കൊതികാലിൽ പരിക്കേൽപ്പിക്കാൻ മാത്രം ഉണ്ട്, അതിനപ്പുറമില്ല. ആത്യന്തികമായ വിജയം മനുഷ്യവർഗത്തിനാണ് ഈശോ വഴിയായിട്ട്. പക്ഷേ കൊതികാലിൽ പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞ് പരിക്കേൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ മുന്നോട്ടുള്ള നീക്കത്തിന് തടസ്സമുണ്ടാക്കത്തക്ക രീതിയിൽ അവൻ പലപ്പോഴും ഇടപെടും. പത്രോസ് അപ്പോസ്തലൻ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുകയാണ്, മുന്നോട്ട് നീങ്ങാതിരിക്കാൻ ഇടപെടുകയാണ്. അതാണ് കൊതികാലിൽ പരിക്കേൽപ്പിക്കുന്ന പോലുള്ള അനുഭവമാണ്. ഈശോ അവിടെ തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ സാത്താനെ അവിടുന്ന് പറിച്ച് ദൂരെ കളയുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ മനുഷ്യവർഗത്തിൻ്റെ ജീവിതം വരച്ച് വെച്ചിട്ട് അവർ ജീവിതം ആരംഭിക്കുന്നത് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പൈശാചിക ഇടപെടൽ, അതുവഴി പരിക്കേറ്റ് വല്ലാണ്ടായ മനുഷ്യവർഗത്തിൻ്റെ ചിത്രമാണ്. പിന്നീട് നമ്മൾ തിരുവചനത്തിലൂടെ വരുമ്പോൾ അനേക പരാമർശങ്ങൾ കാണുന്നു. സുവിശേഷങ്ങൾ വളരെ പ്രത്യേകമായിട്ട് അവസാനത്തെ പുസ്തകമായ വെളിപാടിൽ നമ്മൾ പൈശാചിക ഇടപെടലിനെ പറ്റി നേരിട്ട് പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള വളരെ അധികം പരാമർശങ്ങൾ കാണുകയാണ്. വെളിപാട് പുസ്തകത്തിൽ ഒരുപാട് പരാമർശനങ്ങൾ പിശാചിനെ പറ്റിയാണ്. 12-ാമത്തെ അധ്യായം നമുക്ക് പ്രത്യേകമായിട്ടറിയാം. അവിടെ ആ പുരാതന സർപ്പത്തെപ്പറ്റി പേര് പറഞ്ഞ് എടുത്ത് പരാമർശിക്കുകയാണ്. പുരാതന സർപ്പം, സർവ്വലോകത്തെയും ആ വലിയ സർപ്പം, വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന
സാത്താനെന്ന് പിശാചെന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പുരാതന സർപ്പം, വലിയ സർപ്പം, അതേപ്പറ്റി ബൈബിളിലെ അവസാനത്തെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു, എന്നിട്ടോ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. 12-ാം ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ അവന്. സമയം ദൈവത്താൽ നിശ്ചിതമാണ്. പക്ഷേ ആ സമയം അവൻ മാക്സിമം ഉപയോഗിക്കാനായിട്ട് രോഷത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് ഭൂമിയിലേക്ക്. വീണ്ടും താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ 17-18 തിരുവചനങ്ങൾ, വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങൾ ശേഷിച്ചിരുന്നവരുടെ യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു, ആ സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവകൽപ്പനകൾ കാക്കുന്നവരും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങൾ ശേഷിച്ചിരുന്നവരോട്, സ്ത്രീയും ഉഗ്രസർപ്പം നമ്മുടെ യുദ്ധത്തെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ആ സ്ത്രീ ഇസ്രായേലാണ് എന്നാണ് പ്രഥമ വ്യാഖ്യാനം. ഇസ്രായേൽ, പുതിയ ഇസ്രായേൽ സഭ ആണ് ആ സ്ത്രീ. ഒപ്പം പുത്രന് ജന്മം കൊടുത്ത സ്ത്രീ എന്ന പരാമർശനം പശുത്തെ അമ്മയെക്കുറിച്ചും വളരെ അർത്ഥവത്താണ്. നമുക്കറിയാം, പശുത്തെ അമ്മ ആ സ്ഥാനത്ത് വരുന്നുണ്ട്. ആ പുത്രൻ മിശിഹായാണ്. അപ്പം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവർ, ദൈവകൽപ്പന പാലിക്കുന്നവരായ ദൈവജനം മുഴുവനോട് യുദ്ധം ചെയ്യാനായിട്ടത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ട് നിലയുറപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പം നമുക്കറിയാം, യുദ്ധത്തിന് നിൽക്കുന്ന ആരും സമുദ്രത്തിൻ്റെ മണൽത്തിട്ട് പോയി നിൽക്കുകയല്ല. മണൽത്തിട്ട് നിൽക്കുന്ന വ്യക്തിക്കിട്ട് ഒരു തള്ളു കൊടുത്താൽ അവന് പിടിച്ച് നിൽക്കാൻ ഉറപ്പില്ല. അവൻ നിൽക്കുന്നത് വളരെ ഉറപ്പില്ലാത്ത ഗ്രൗണ്ടിലാണെന്ന അർത്ഥം. അതും കടൽ തീരത്തും കൂടിയാണ്. ഒരു ഉന്ത് കൊടുത്താൽ കാല് പറഞ്ഞു പോകും, കടലിലേക്ക് വീഴും. അത്ര ദുർബലമായൊരു നിലയേ ഉള്ളൂ, ഒരു ബലമേ ഉള്ളൂ പിശാചിന്. പക്ഷേ അത്രേ ഉണ്ട്. അവന് തല തകർന്നു ഈശോയുടെ കുരിശിലെ ബലി വഴിയായിട്ട്. പക്ഷേ എങ്കിലും അവന് അവശേഷിച്ചിരിക്കുന്ന സമയം അവന് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ നമ്മൾ ഗൗരവത്തോടെ ഏർപ്പെടണം. ഇത് അവഗണിച്ചുകൊണ്ട് നീങ്ങരുത് എന്നാണ് പോളാറാമൻ പാപ്പ തൻ്റെ പ്രബോധനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യത്തെപ്പറ്റി എൻ്റെ ഉള്ള് വല്ലാതെ വ്യഗ്രത കൊള്ളുന്നു. ആ ആവശ്യത്തെപ്പറ്റി കൂടി ഞാൻ പറയട്ടെ. പാപ്പ പറഞ്ഞ് ആരംഭിക്കുന്നത് നമ്മൾ കണ്ടല്ലോ, അത് പ്രതിരോധമാണ്, ഒരു യുദ്ധത്തിൻ്റെ അനുഭവമാണ്. ഈ യുദ്ധം നമ്മൾ നടത്തുന്നത് ഇങ്ങനെയുള്ള ഭീതിജനകനായ, ഭീകരനായ, അദൃശ്യനായ ശത്രുവുമായിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്ന് പാപ്പ പഠിപ്പിച്ചിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാം. പ്രാർത്ഥനാപൂർവം ഒരു നിമിഷം മുട്ടുകുത്തിയോ അല്ലെങ്കിൽ എണീറ്റ് നിന്നോ അഥവാ എല്ലായകര ഹൃദയങ്ങൾ തമ്പുരാൻ്റെ മക്കളിലേക്ക് അരൂപി ചേർത്തുകൊണ്ട് നമുക്ക് നിൽക്കാം. കർത്താവായ ഈശോയെ, പൈസ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപതയുടെ വാഗമൺ മൗണ്ടിനുമ്പോ ധ്യാന കേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും നിൻ്റെ വചനത്തിന് കാതോർത്ത് വചനത്തെ വിശ്വാസപൂർവ്വം സ്വീകരിച്ച് ഇപ്പോൾ തിരുമുമ്പിൽ അങ്ങയുടെ വിടുതൽ സ്പർശനത്തിനായിട്ട് ഉള്ള തുറന്ന് കാത്ത് ആയിരിക്കുന്ന ഈ നിൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തിൻ്റെ മേൽ കരമുയർത്തി ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല നാരിക സ്വാധീനങ്ങളിൽ നിന്നും ഈ മക്കൾ ഓരോരുത്തരും അങ്ങയുടെ തിരുനാമ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ അനന്തമായ യോഗ്യതയാൽ, തിരുക്കുരിശൻ്റെ ശക്തമായ മുദ്രയാൽ വിമോചിതരാകട്ടെ. ദൈവരാജ്യ അനുഭവത്തിൽ, പരിശുദ്ധാത്മാവ് അഭിഷേകം നയിക്കുന്ന അനുഭവത്തിൽ കർത്താവായ ദൈവമേ, ഈ മക്കളുടെ നിരവധിയായ ജീവനങ്ങൾ ഇവർ നിറഞ്ഞ് വളരുവാനിട വരികയും ചെയ്യട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹായവും സഹവാസവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.